ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ, എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയുടെ പെട്ടെന്ന് ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ മുൻപിൽ. ടിക്കറ്റ് ക്യാൻസലാകുന്നു, ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ആൻറ്റി ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ സ്തോത്രം, നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. സ്തോത്രം. ഒരു വാതിലടയുമ്പോൾ അതിൻ്റെ മുൻപിൽ മറ്റൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്ന സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മുൻപിൽ ചെല്ലുമ്പോൾ പെട്ടെന്നൊരു ഒരു വാരിയർ സ്പിരിറ്റാണ് നമ്മുടെ ഉള്ളിൽ കയറി വരുന്നത്. ദാവീദ് ഗോലിയാത്തിൻ്റെ മുൻപിൽ ചെന്ന് പെട്ടപ്പോൾ ഉണ്ടായ അതേ ഒരു വികാരം. സ്തോത്രം അല്ലേ? വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ ഗോലിയാത്തിനെ പോലെയുള്ള വലിയ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുൻപിലേക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് അത് കണ്ട് നമ്മൾ ഭയപ്പെടത്തില്ല. കാരണം നമ്മുടെ ദൈവം, ഹല്ലേലൂയ, സകല കാര്യങ്ങളെക്കാട്ടിലും വലിയവനായ ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവമാണ്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ യഹോവയെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് മറ്റുള്ള ഓൾട്ടർനേറ്റീവ്സ് എല്ലാം നോക്കി, എങ്കിലും സ്തോത്രം, ഇതിൻ്റെ നടുവിലൂടെ ദൈവം ഒരു വഴിയെ ഒരുക്കും എന്നുള്ള ഭയങ്കരമായ ഒരു വിശ്വാസം, ഒരു കൺവിക്ഷൻ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. മാത്രമല്ല, നമ്മുടെ ദൈവം നമ്മളെ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നടത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതികളിൽ ഒരിക്കലും കാര്യങ്ങൾ താഴോട്ട് പോകുകയല്ല ചെയ്യുന്നത്, അത് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പോകുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഒന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു എങ്കിലും സ്തോത്രം, പ്രാർത്ഥിച്ച് അവിടെ തീരുമാനിച്ച ഈ മീറ്റിങ്ങിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന് വലിയ പദ്ധതികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നിവിടെ സ്റ്റുഡിയോയിൽ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുകയും കൂടാണ്. ഈ സന്ദേശം ആഗോളമായ ദൈവസഭയിലേക്ക്, കർത്താവിൻ്റെ മക്കളിലേക്ക്, ദൈവദാസിമാരിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സ്, ആൻറ്റി, എനിക്കെല്ലാവരെയും ഒന്നും അറിയത്തില്ല, ബട്ട് ഐ സോ താങ്ക് യു ഫോർ ഗോഡ്. ഐ ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുക. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ആദ്യം എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്ന ഒരു വചനം 2 തിമോത്തിയോസ് 2:9. പൗലോസ് അപ്പോസ്തലൻ ഓടി നടന്ന് വലിയ ശുശ്രൂഷകളെല്ലാം തൻ്റെ ജീവിതത്തിൽ ചെയ്തു. എന്നാൽ ആ 2 തിമോത്തി എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഹീസ് ചെയിൻഡ്. ഇനിയിപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലങ്ങൾ വന്ന് എത്തിയിരിക്കുക. എന്നോടുള്ള ബന്ധത്തിൽ അത് അങ്ങനെ ബാധകമല്ല കേട്ടോ, എന്നാലും ഞാൻ ആ പശ്ചാത്തലം പറയുക. ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് താൻ എത്തിച്ചേർന്നിരിക്കുന്നു. താൻ ചങ്ങലകളിലാണ്. ഇനിയും ഇപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഇനി എല്ലാം അങ്ങ് നിർത്തിയേക്കാം എന്നല്ല പൗലോസ് ചിന്തിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ, അല്ലേ, ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കിയ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് 2 തിമോത്തി 2:9. But the word of God is not chained. It is not imprisoned. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഈ ഒരു വചനമാണ് പെട്ടെന്ന് ഇന്നലത്തെ ആ ഒരു കൺഫ്യൂഷൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് cannot be imprisoned. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരുപക്ഷെ, അല്ലേ, ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ തടസ്സങ്ങൾ വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ അതിനെ നമുക്ക് ബന്ധിച്ച് വെക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന് ബന്ധനമില്ല. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തിമോത്തിയോസ്, തൻ്റെ ആത്മീയ പുത്രനായിരിക്കുന്ന തിമോത്തിയോസിന് താൻ ലേഖനം എഴുതുക. സഭയെക്കുറിച്ച്, സഭാ ജീവിതത്തെക്കുറിച്ച്, വ്യക്തിപരമായ ഡിസിപ്ലിനെക്കുറിച്ച്, കർത്താവിൻ്റെ ഭവനത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം താൻ എഴുതി വെക്കുക. പ്രൈസ് ദ ലോർഡ്. അല്ലേ, ചങ്ങലകൾക്കകത്താണ് താൻ, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. ശുശ്രൂഷയുടെ അന്തിമ ഘട്ടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു തൻ്റെ മുൻപിൽ. എന്നാലും ദൈവത്തെ മനസ്സിലാക്കിയ, ഹല്ലേലൂയ, ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം അതിൻ്റെ മുൻപിലത്തെ മഹത്വത്തെക്കാൾ വലിയതായിരിക്കും.
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ ആ ഹല്ലേലൂയ സ്തോത്രമൊക്കെ എനിക്കൊന്ന് കേൾക്കായിരുന്നു. പക്ഷേ അതിന് കുറവ് വരുത്തണ്ട. എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല എങ്കിലും ഈ ദൈവവചനം വരുമ്പോൾ അതിനോട് പ്രതികരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി ഈ ദൈവവചനം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ആഴമായി സ്പർശിക്കുവാൻ ഇടയാകും എന്ന് ഞാൻ മനസ്സിലാക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ നാം ദാവീദ് എങ്ങനെ ഗോലിയാത്തിനെ നേരിട്ടുവോ അതേ സ്പിരിറ്റ് വെച്ചിട്ടാ നമ്മൾ അതിനെ നേരിടേണ്ടുന്നത്. പ്രത്യേകിച്ച് ഈ അന്തിമ നാളുകളിൽ സ്തോത്രം, യോദ്ധാക്കന്മാരായി ഒരു സൈന്യമായി തൻ്റെ ജനത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. അതേ ഒരു സ്ഥലത്ത് മണവാട്ടിയായിരിക്കുന്ന ദൈവസഭ, നമ്മളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, മണവാട്ടിയാണ് കർത്താവിൻ്റെ സഭ. എന്നാൽ അതേ സമയം തന്നെ ഒരു സൈന്യമായി കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ, സ്തോത്രം, വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ, യുദ്ധം ചെയ്യാൻ ഒരു മനസ്സ് തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞത്. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യമാണ് എങ്കിലും ശത്രുക്കൾ അവിടെ പാർക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്തവരെ പുറത്താക്കിയിട്ട് വേണം ആ അവകാശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ. സോ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഐ ആം സോ എക്സൈറ്റഡ് ടു ബി വിത്ത് ഓൾ ഓഫ് യു ടുഡേ. ആൻഡ് സഹോദരിമാരെ, എനിക്ക് വ്യക്തിപരമായിട്ട് കാണാൻ പറ്റുന്നില്ല, അതിനു വേണ്ടിയും കർത്താവ് നമുക്ക് അവസരമൊരുക്കും. സ്തോത്രം. എന്നാൽ എൻ്റെ ഒരു വലിയ പാഷനാണ് ഞാൻ ഈ ഗൈനക്കോളജി ഫീൽഡിലേക്ക് തിരിയാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, സഹോദരിമാരോട് എനിക്കുണ്ടായിരിക്കുന്ന ഒരു പാഷൻ. ഏകദേശം 94 ബാച്ചാണ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. 99 അവിടുന്ന് പാസ് ഔട്ടായി. അന്ന് മുതൽ ഏകദേശം ഈ 24 വർഷങ്ങൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആൻഡ് സോ വിമൺ ആർ മൈ പാഷൻ. സ്തോത്രം. അവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയത് നിമിത്തം ഒരു പ്രത്യേക സ്നേഹം, ഒരു പ്രത്യേക ഒരു ബോണ്ടിങ്, ഒരു കണക്ഷനാണ് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മുൻപിലുള്ള സമയം നമുക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പെട്ടെന്ന് ചില ടോപ്പിക്കുകൾ എല്ലാം എടുത്ത് നമുക്ക് പോകണം. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സെഷൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ സഹോദരിമാരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അതൊന്നെങ്കിൽ ആൻറ്റിക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചാറ്റ് ബോക്സിലിടാം, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. അതെല്ലാം നമുക്കൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ പോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷൻ നമുക്കെടുക്കണം. അപ്പം ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഈ ഫസ്റ്റ് സെഷൻ 11:30 വരെയുള്ള ടൈമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കൊരു ടീ ബ്രേക്ക് ഉണ്ടായിരിക്കും. ശരിക്കും അവിടെ വന്നൊരു മീറ്റിംഗ് എടുക്കുന്നത് പോലെയുള്ള അതേ ഒരു രീതിയിൽ നമുക്ക് ഇന്നത്തെ ഈ യോഗം കൊണ്ടുപോകണം. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ആ ഒരു ഇനീഷ്യൽ പാർട്ട് കുറച്ചും കൂടെ പറയാൻ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വരിക. റാണി ആൻറ്റിക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആൻറ്റി, നമ്മൾ അല്ലേ 5 അപ്പവും 2 മീനും ബാലൻ കൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തതുപോലെ ഒരു അനുഭവം ഈ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതിലൂടെ ആ ആൻറ്റിയുടെയും ആ കുടുംബത്തിൻ്റെയും ആ സഭയുടെയും ജീവിതത്തിൽ അതായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അല്പമായി ചിലത് കർത്താവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം, അതിനെ ഡിസ്കറേജ് ചെയ്യല്ല കർത്താവ്, എന്നാൽ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അനേകർക്ക് കൊടുക്കുകയും, സ്തോത്രം, 12 കൊട്ട അതിനകത്തുനിന്ന് ശേഷിപ്പ് വരുത്തുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഞാനങ്ങ് പറയുകയാണ് അല്ലേ, തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ക്ഷീണിച്ച് പോകരുത്. സ്തോത്രം. നമ്മൾ അയ്യോ ദൈവം നമ്മളെ കൈവിട്ടോ എന്നൊരു തോന്നലല്ല നമുക്ക് അവിടെ ഉണ്ടാകേണ്ടുന്നത്. നാം നിരന്തരമായി ഒരു ആത്മീയ പോരാട്ടത്തിലാണ് എന്നും ദൈവപ്രവർത്തികളെ എതിർക്കുന്ന ഒരു ശത്രു എല്ലായ്പ്പോഴും നമ്മോട് പോരാടുന്നു എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ ഉടനെ ഒരു യോദ്ധാവിൻ്റെ ഒരു മനസ്സാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടുന്നത്.
അല്ലേ? കോവിഡിൻ്റെ കാലഘട്ടങ്ങളിലല്ലേ സഭകളെല്ലാം അടച്ചുപൂട്ടി, നമുക്കൊന്നും മീറ്റിംഗ് എടുക്കാൻ പറ്റുന്നില്ല. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും അധികം ദൈവവചനം സ്പ്രെഡായ ഒരു കാലഘട്ടമായിരുന്നു അത്. അന്ന് കർത്താവിനെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, എന്താ, അവിടെ യോഹന്നാൻ അപ്പോസ്തോലനെ, അദ്ദേഹം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഈ യോഹന്നാൻ അപ്പോസ്തോലനെ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടങ്ങ് തട്ടി, അല്ലേ? ഇനിയിപ്പം അവിടെ വിശ്വാസികളില്ല, സഭയില്ല, കൂട്ടായ്മ ആചരിക്കാൻ പറ്റത്തില്ല, ആരോട് പ്രസംഗിക്കാൻ ആളില്ല, ആരെ പ്രബോധിപ്പിക്കാനാ ഒന്നുമില്ല, അല്ലേ? ഒരു മനുഷ്യരുമില്ല. ഒരു പണിഷ്മെൻ്റ് പോലെ കൊണ്ട് തട്ടിയ ഒരു സ്ഥലമാണ്. എന്നാൽ നമുക്കറിയാം, സ്തോത്രം, ദൈവവചനത്തിനകത്ത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന വിധത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് യോഹന്നാന് ലഭിക്കുവാനിടയായി തീർന്നത് ആ പത്മോസ് ദ്വീപിലാണ്. ചുറ്റുമുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ മുകളിലേക്കുള്ള വാതില് പരിശുദ്ധാത്മാവ് തുറന്നു. സ്തോത്രം. അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഇംപോസിബിലിറ്റീസ്. അതുകൊണ്ട് ഈ ഒരു ടോണിലാണ് ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. സ്തോത്രം. പ്രായോഗിക ജീവിതത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുക, ദെബോറായുടെ ഒരു അഭിഷേകം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, സ്തോത്രം, ദെബോറായുടെ ഒരു അഭിഷേകം ഈ അന്തിമ നാളുകളിൽ തൻ്റെ ജനത്തെ, സഭയെ ഒരു സൈന്യമായി ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ, സ്തോത്രം, ആ സൈന്യത്തിൻ്റെ 50% സഹോദരിമാരാണ്. മിനിമം 50% ഈസ് വിമൺ, സഹോദരിമാരാണ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മാവ്, സ്തോത്രം, നമ്മളിന്ന് കേൾക്കുന്ന ഈ കാര്യങ്ങളിലൂടെ അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ കേൾക്കുന്ന സഹോദരിമാരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ഒരു കുറവും വരുത്തത്തില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ നമുക്കായിരിക്കാം. അപ്പോൾ നമ്മൾ, ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വലിയ ഒരു ആശയമാണ് ബിബ്ലിക്കൽ വുമൺഹുഡ്. അതാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക്. അതായത് ഞാൻ ശരിക്കും എൻ്റെ സാക്ഷ്യം പറയുവാൻ ഒത്തിരി സമയമില്ല. ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെയൊക്കെ വളരുന്ന കുട്ടികൾ അറിയാമല്ലോ, അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഒരു സ്മാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കകത്ത് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സാക്ഷ്യം പറയുന്നിടത്തൊക്കെ പറയാറുണ്ട്, വീടിനകത്ത് ഞാൻ ഏറ്റവും ഇളയ കുട്ടിയാണ്. മൂത്തത് ഒരു ബ്രദറും ചേച്ചിയും ഉണ്ട് എനിക്ക്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വീട്ടിൽ മമ്മിയോട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുഡ് വിളമ്പി തരുന്ന സമയത്ത് തരുന്ന കൂട്ടാൻ്റെ അളവോ അല്ലെ മീൻ വറുത്ത കഷ്ണത്തിൻ്റെ സൈസ് ബ്രദറിന് വലുത് കൊടുത്തു, നല്ല കഷ്ണങ്ങൾ കൊടുത്തു. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇനീക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് വീട്ടിനകത്ത് ഞാൻ അതിനുവേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. അങ്ങനെ പാടില്ല. പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് തുല്യ അവകാശവും തുല്യ സ്ഥാനവും വേണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കൃപയാൽ 30 വർഷങ്ങൾക്ക് മുൻപ് 1993, 31 എന്ന് പറയാം, 1993 ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന സമയത്ത് തന്നെ, സ്തോത്രം, രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അതൊരു വലിയ ചരിത്രമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയമല്ലല്ലോ അത്. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ മേലാത്ത ഞാൻ, സ്തോത്രം, സുവിശേഷം കേൾക്കുവാനിടയായി തീർന്നു. എൻ്റെ ബ്രദർ, അദ്ദേഹം എയിംസ് ഡൽഹിയിലാണ് പഠിച്ചത്. അവിടെ വെച്ചുള്ള ഒരു സ്റ്റുഡൻസ് പ്രെയർ ഗ്രൂപ്പിലാണ് താൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. അതായത് നമ്മൾ പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ്, മാമോദീസ ഏറ്റവരാണ്, അല്ലേ? ഇതെല്ലാം ഒരു വശത്ത് ശരിയാണെങ്കിലും പള്ളി പോകുന്നവരാണ്. നമ്മൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കത്തില്ല എന്നൊരു ക്ലിയർ കട്ട് മെസ്സേജ് അദ്ദേഹത്തിന് മനസ്സിലായി. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അങ്ങനെ അത് വന്ന് ഞങ്ങളോട് ഷെയർ ചെയ്തു. എന്നാൽ ഈ സുവിശേഷം കേട്ടപ്പോഴും എനിക്കിത് മനസ്സിലായില്ല.
എന്താണ് ഈ പറയുന്നത്, ഇതിനകത്ത് എന്താണൊരു പ്രത്യേകത എന്ന് ഗ്രഹിക്കുവാൻ ആ നാളുകളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ നമ്മളെ ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിതത്തിൽ നടന്നു. അങ്ങനെ എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞ് പ്രാർത്ഥനയാണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, എൻ്റെ മുറിക്കകത്ത് ഞാനിരുന്ന് കരയുകയാണ്. അന്ന് അങ്ങനെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിനകത്തുണ്ടായി. ചെറിയ പ്രായമായിരുന്നു എങ്കിലും എൻട്രൻസിനെങ്ങും അഡ്മിഷൻ കിട്ടിയില്ല. മറ്റ് ചില പരാജയങ്ങൾ, ചില തിരസ്കരണങ്ങൾ ഒക്കെ ലഭിച്ച സമയത്ത് ഏറ്റവും മിടുക്കിയായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് എപ്പോഴും ഫസ്റ്റ് അടിച്ച് അങ്ങനെയൊക്കെ നിന്ന എൻ്റെ ജീവിതത്തിൽ അത് തികച്ചും ഒരു തകർച്ചയായിരുന്നു. മനുഷ്യർ കൈവിടുന്ന ഒരവസ്ഥയായിരുന്നു അല്ലേ. എൻ്റെ ജയത്തിൽ എൻ്റെ കൂടെ നിന്നവർ എൻ്റെ പരാജയത്തിൽ എന്നെ വിട്ടുപോകുന്ന ഒരനുഭവമായിരുന്നു. ആ സമയത്താണ് ഉള്ളിൽ നിന്നും ഒരു കരച്ചിൽ, ദൈവമേ നീ ഉണ്ട് എങ്കിൽ എന്നെ താങ്ങണമേ, ഇനിയും ഇപ്പോൾ നീ ഇല്ലാതെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ഒരാത്മാവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന ആ മുറിക്കകത്തേക്ക് വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീർന്നു. സ്തോത്രം. എൻ്റെ ഹൃദയം തുറന്നു. യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. അത് ലൈഫിലെ ഏറ്റവും വലിയ ഒരു മിറക്കിളായി മാറി. അതിനുശേഷം അല്ലേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് കടത്തിവിട്ടു. അപ്പോൾ സ്ത്രീത്വത്തെക്കുറിച്ച് ഞാനത് പറയാനാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടായി തുടങ്ങിയപ്പോഴാണ് ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുവാനായിട്ടുള്ള ഒരു സെൻസ് ഡെവലപ്പ് ചെയ്തു. പ്രൈസ് ഗോഡ്. യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, യേശു കർത്താവ് സ്ത്രീകളോടുള്ള സമീപനത്തെ കണ്ടപ്പോൾ, അയ്യോ, സ്ത്രീകൾക്ക് ഇത്രയേറെ മാനം കൊടുത്ത, ബഹുമാനം കൊടുത്ത മറ്റൊരു ചരിത്ര പുരുഷനില്ലല്ലോ എന്നുള്ള വലിയ ബോധ്യം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറി. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഫിലോസഫി ഓഫ് ലൈഫ്. എങ്ങനെ ജീവിക്കണം, ഒരു മാനുഫാക്ചറേഴ്സ് മാനുവൽ എന്ന് പറയുന്നത് പോലെ നമ്മെ സൃഷ്ടിച്ച ദൈവം നാം എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം, നമ്മുടെ ജീവിതം ഒരു ജയകരമാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നത് ദൈവവചനത്തിനകത്തുനിന്ന് എനിക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അത് എൻ്റെ ലൈഫിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമായി മാറി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള ഒത്തിരി കൺസെപ്റ്റുകളുണ്ട് അല്ലേ. നമ്മൾ വളർന്നു വന്ന ഭവനങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മളെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ, ഇതിനകത്തു നിന്നൊക്കെയാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വുമൺഹുഡിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ഗ്രഹിച്ചിട്ടുള്ളത്, അല്ലേ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? അവൾ എങ്ങനെ പ്രവർത്തിക്കണം? ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? അവളുടെ റോളുകൾ എന്താണ്? ഫങ്ഷൻ എന്താണ്? ഇതെല്ലാം ആയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പർപ്പസിനനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. അപ്പം റിസ്റ്റോറിങ് ബിബ്ലിക്കൽ വുമൺഹുഡ്. അപ്പോൾ ഒരു വചനത്തിനകത്തുനിന്ന് ഞാനൊന്ന് തുടങ്ങാം. പ്രോവേർബ്സ്, സദൃശ്യവാക്യം. പ്രോവേർബ്സ് അതിനകത്ത് പറയുന്ന ആ ഒരു ദർശനത്തോടുള്ള ബന്ധത്തിൽ 29:18, പ്രോവേർബ്സ് 29:18 അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ ആർ അൺറെസ്ട്രെയിൻഡ്. വെളിപ്പാട് ഇല്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു അല്ലേ. വേർ ദർ ഇസ്, ദിസ് ഈസ് ആപ്ലിക്കബിൾ അബൌട്ട് എവറി ഏരിയ ഓഫ് അവർ ലൈഫ്. എന്നാൽ നമുക്കൊരു ദർശനമില്ല എങ്കിൽ,
ഏതൊരു വിഷയത്തെക്കുറിച്ചും നമുക്കൊരു കാഴ്ചപ്പാട്, ഒരു ദർശനം നമുക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുമാകാം, എങ്ങനെയുമാകാം. ദിസ് ഈസ് വെരി മച്ച് ആപ്ലിക്കബിൾ അബൌട്ട് അവർ വുമൺഹുഡ്, കോളിംഗ് ഓഫ് വുമൺഹുഡ്. എന്തിനാണ് ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത്? വാട്ട് ഈസ് ദ പർപ്പസ് ഇൻ ഗോഡ് ക്രിയേറ്റിംഗ് എ വുമൺ? ദൈവം അതിനകത്ത് തന്നിരിക്കുന്ന സാധ്യതകൾ, പൊട്ടൻഷ്യൽ, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അത് നമ്മൾ ദൈവം കാണുന്നത് പോലെ നമ്മൾ അതിനെ ഗ്രഹിച്ചില്ല എന്നുണ്ട് എങ്കിൽ അത് എന്താ, പിന്നെ ഏത് വിധത്തിലും നമ്മുടെ ജീവിതം അങ്ങ് പോകുകയാണ്. പിന്നെ നമുക്കൊരു ഗൈഡ് ലൈൻസ് ഇല്ലാത്തതുപോലെ അല്ലേ, ഏത് വിധത്തിലും കാര്യങ്ങളാകാം എന്നൊരു രീതിയിലാണ്. സോ ലെറ്റ് us have a vision about our womanhood, about the whole calling of womanhood. നമ്മൾ എപ്പോഴും അല്ലേ, ലെറ്റ് us start with ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം നമുക്കെല്ലാം ഭയങ്കര പരിചയമുള്ള ദൈവവചനത്തിൻ്റെ ഭാഗമാണ് എങ്കിലും ഇറ്റ് ഈസ് ഗുഡ് ഫോർ us to go back. ജെനസിസ് ചാപ്റ്റർ 1 അതിൻ്റെ 26 മുതൽ അല്ലേ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും, ദൈവത്തിൻ്റെ പർപ്പസ് അവിടെ പറയുക, ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. മുൻപോട്ട് വീണ്ടും അത് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദിസ് ഇസ് ഗോഡ്സ് പ്ലാൻ, ഗോഡ്സ് അമേസിങ് പ്ലാൻ, ബ്യൂട്ടിഫുൾ പ്ലാൻ അല്ലേ. അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം സൃഷ്ടിച്ച സകല കാര്യങ്ങളുടെ മീതെയും വാഴുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മാൻ, ആ മനുഷ്യൻ അല്ലേ, ആത്മാവായിരിക്കുന്ന ആ മനുഷ്യന് 2 രൂപത്തിൽ, ഒരു പുരുഷനായും സ്ത്രീയായും, ആണും പെണ്ണുമായി ദൈവത്തിൻ്റെ സ്വരൂപത്തെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ ഈ 2 രൂപത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കണം എന്ന് ദൈവം പദ്ധതിയിട്ടു. സ്തോത്രം. ഞാനത് പറയുമ്പോൾ ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞു പോകുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, താൻ വിവാഹിതനായിരുന്നില്ല. എന്നാലും പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു മാതാവിനെ പോലെ ആയിരുന്നു അല്ലേ, ഞാൻ നിങ്ങളെ പരിപാലിച്ചു, നിങ്ങൾക്ക് ആ വാത്സല്യം തന്നു, ഒരമ്മ മക്കളെ കരുതുന്നത് പോലെ ഞാൻ നിങ്ങളെ കരുതി. എന്നാൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു പിതാവ് പോലെയുമായിരുന്നു, നിങ്ങളെ ശിക്ഷണത്തിലും ദൈവത്തിൻ്റെ വഴികളിലും വളർത്തിയെടുക്കുവാൻ ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു പിതാവിനെ പോലെയും ഒരു മാതാവിനെ പോലെയുമായിരുന്നു. ദൈവത്തിൻ്റെ ആ ആട്രിബ്യൂട്ട്സിൻ്റെ 2 വശമാണ് അത് കാണിക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരുവാനിടയാകുന്നത്. അങ്ങനെ ദൈവം ഇവരെ അനുഗ്രഹിച്ചു അല്ലേ. ഇത് സിമ്പിൾ കാര്യമാണെങ്കിലും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ, കൊച്ചു മക്കൾ, നമ്മുടെ യൗവനക്കാർ, അവരുടെ എല്ലാം കൺസെപ്റ്റ് ദൈവവചനപ്രകാരമായി തീരണം. സ്തോത്രം അല്ലേ. നമ്മൾ നല്ല നല്ല സ്കൂളുകളിൽ അവരെ പഠിക്കാൻ വിടും. അവിടുത്തെ സയൻസ് പുസ്തകം അവരെ പഠിപ്പിക്കുന്നത് തിയറി ഓഫ് ഇവല്യൂഷനാണ്. കുരങ്ങിൽ നിന്നും നമ്മൾ ഉണ്ടായി വന്നു അല്ലെ, ഒരു ബിഗ് ബാങ് തിയറിയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ സ്കൂളിൽ എക്സാം ഇടുമ്പോൾ ഈ ആൻസർ എഴുതി വെച്ചില്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടത്തില്ല അല്ലേ. പക്ഷേ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ലെറ്റ് us നോട്ട് അസ്യൂം, നമ്മൾ അസ്യൂം ചെയ്യരുത് നമ്മുടെ മക്കൾക്കൊക്കെ ഇതറിയാമല്ലോ, ഇങ്ങനെയാണല്ലോ. അല്ല, ഒരു ഹെഡ് നോളജ് ആയിട്ടല്ല, ഹൃദയത്തിൻ്റെ അകത്തൊരു വെളിപ്പാട് പോലെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ഗോഡ് ക്രിയേറ്റിംഗ് മാൻ. He wanted man to have dominion over everything that he created.
And God decided that man should be male and female. ഈ രണ്ട് രൂപത്തിൽ നമ്മുടെ എത്രയോ മക്കൾ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്രാക്ടിക്കൽ കാര്യം കൂടെ പറയുക, സ്കൂളുകളിൽ 100 കണക്കിന് സ്കൂളുകളിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ എടുക്കാനും ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ എന്നെ വിളിക്കും. മോർ ദാൻ 50%, ഞാനൊരു ആവറേജ് പറയുക, കേരളം പോലൊരു സ്ഥലത്ത് അല്ലേ 100% ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോലും മോർ ദാൻ 50% ഓഫ് ഗേൾസ് അവരോട് ചോദിച്ചു കഴിയുമ്പോൾ ദേ വിൽ സേ നോ, ഇഫ് ഐ ഹാഡ് എ ചോയ്സ് ഐ വാണ്ടഡ് ടു ബി ബോൺ ആസ് എ ബോയ്. അല്ലേ, എനിക്കൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുരുഷനായി എനിക്ക് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ. കാരണം അവർ കൾച്ചറിൽ നോക്കുമ്പോൾ, അവരുടെ ശാരീരിക ഘടന അല്ലെങ്കിൽ അവർ നേരിടുന്ന വിഷയങ്ങളെ നോക്കുമ്പോൾ ഒരു പുരുഷനായി ജനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫ്രീഡമുണ്ട്, കൂടുതൽ സാധ്യതകളുണ്ട്. അല്ലേ, ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കൊരാണായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് 16 വയസ്സ്, 15, 16, 17 വയസ്സിൽ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. They have not come to terms with their womanhood even at that age of adolescence. എന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ മനോഹരമായ ഒരു പ്ലാനാണ് അല്ലേ, ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. സ്തോത്രം. 27-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. 28-ൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം ഇവരെ അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു? അവർക്ക് കൊടുത്ത ഒരു പ്രോമിസ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിൻ്റെ മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. വാഴുവാനുള്ള വലിയ അനുഗ്രഹം കൊടുത്താണ് ദൈവം ഈ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്നത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ദൈവത്തിൻ്റെ സ്ഥിരമായ പദ്ധതിയാണ്. ദൈവം തൻ്റെ പദ്ധതികളെ, തൻ്റെ പ്ലാനുകളെ ഇടയ്ക്ക് വെച്ച് മാറ്റിവിടുന്നില്ല അല്ലേ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം, 1-ാം അധ്യായത്തിലും അതേ കാര്യം പറയുന്നുണ്ട്. വീണ്ടും 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു, രക്ഷയുടെ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചു അല്ലേ. തൻ്റെ യാഗം ദൈവം സ്വീകരിച്ചു, സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ 9, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ഉം 10. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 10-ാം വാക്യം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്തോത്രം. They will reign upon the earth. ഇതാണ് ഒരു വലിയ കോളിംഗ്. സ്വർഗം യഹോവയ്ക്കുള്ളത്, എന്നാൽ ഈ ഭൂമി മനുഷ്യപുത്രന്മാർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഇവിടെ വാഴുവാൻ, ഇവിടെ ദൈവത്തിൻ്റെ രാജ്യത്തെ കൊണ്ടുവരുവാൻ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ ജീവിതത്തിലും അല്ലേ ദൈവം സൃഷ്ടിച്ച സകലത്തിൻ്റെ മീതെയും വാഴുവാനുള്ള വലിയ വിളിയും അധികാരവും കൊടുത്താണ് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനൊരു വലിയ കോളിംഗ് ആണ് നമ്മുടെ മുകളിൽ ദൈവം തന്നിരിക്കുന്നത്. അതേ, ഇതിനകത്ത് കുടുംബത്തിൻ്റെ ഒരു റോളുണ്ട് അല്ലേ. ഒരു ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്താണ് ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും മക്കളും എന്നുള്ള ആ ഒരു യൂണിറ്റ്. ഹെൽത്തി ഫാമിലീസ് മേക്ക് ഹെൽത്തി ചേർച്ചസ് ആൻഡ് ഹെൽത്തി ചേർച്ചസ് മേക്ക് ഹെൽത്തി സൊസൈറ്റീസ്. അതുകൊണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് ആ ഏറ്റവും ചെറിയ യൂണിറ്റായിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്താണ്. അതിനകത്തുള്ള ആരോഗ്യം, അതിനകത്തുള്ള ഫങ്ഷനിങ്,
അതിനകത്തുള്ള മനസ്സിലാക്കൽ, അതനുസരിച്ചാണ് മുകളിലോട്ട് ദൈവരാജ്യത്തിന് പ്രവർത്തിക്കുവാനും വർദ്ധിക്കുവാനായിട്ടും കഴിയുന്നത്. വീണ്ടും നമുക്ക് ഉൽപ്പത്തിയിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഇത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലേ, ബിബ്ലിക്കൽ വുമൺഹുഡ്, ദൈവം എങ്ങനെയാണ് അല്ലേ സ്ത്രീയുടെ സൃഷ്ടിപ്പ് മുതൽ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത് നമ്മുടെയും ചിന്തയായിരിക്കണം, നമ്മുടെ മനസ്സിലാക്കലായിരിക്കണം, നമ്മുടെ റെവലേഷൻ നോളജായിട്ട് അത് മാറണം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള ഭാഗമാണ് അല്ലേ. 18-ാം വാക്യം, അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായി ഇരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയുണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. മാരേജ്, ആദ്യത്തെ വിവാഹം അല്ലേ. നമ്മൾ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട്, ബൈബിള് തുടങ്ങുന്നത് ഒരു വിവാഹത്തിലാണ്, അവസാനിക്കുന്നതും കുഞ്ഞാടിൻ്റെ കല്യാണമായിരിക്കുന്ന വിവാഹം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ഭയങ്കര ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല അല്ലേ, മനുഷ്യർ രൂപം കൊടുത്ത ഒരു കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഏദൻ തോട്ടത്തിൽ ഒന്നിനും കുറവില്ല, ദൈവം തന്നെ കൂട്ടായ്മ ആചരിക്കുവാൻ അവിടെയുണ്ട്, സകല കാര്യങ്ങളും തനിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും ആദാമിനെ നോക്കി ദൈവം പറയുകയാണ്, ആദാം ദൈവത്തോട് പറഞ്ഞതല്ല, ദൈവമേ എനിക്ക് ബോറടിക്കുന്നു, എനിക്ക് കൂട്ടുകൂടാൻ ആരുമില്ല എന്നങ്ങോട്ട് പറഞ്ഞതല്ല, ദൈവം ഇങ്ങോട്ട് തന്നെ കണ്ടു പറഞ്ഞതാണ്. ഇന്ന് ഈ കേൾക്കുന്ന കൂട്ടത്തിൽ കൊച്ചുകുട്ടികൾ അല്ലേ, യൗവനക്കാരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഇത് ഏറ്റെടുക്കണം. നല്ലൊരു ശതമാനം യൗവനക്കാരിന്ന് വിവാഹം വേണ്ട എന്ന് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഫ്രീഡത്തിന് അതൊരു തടസ്സമാണ് അല്ലേ. മറ്റൊരു വ്യക്തിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു നുഖത്തിൻ്റെ അടിയിലേക്ക് വരുവാൻ മനസ്സില്ലാത്ത ഒരു തലമുറ പുറത്തോട്ട് വരികയാണ്. വിവാഹമെന്ന് പറയുന്ന വിശുദ്ധ ഉടമ്പടിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്, അതിനെ റീഡിഫൈൻ ചെയ്തിരിക്കുന്നു അല്ലേ. എന്നാൽ ദൈവത്തിൻ്റെ വചനം സ്ഥിരമായി, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ അതിപ്രകാരം തന്നെ ആയിരിക്കുന്നു. ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല. മക്കളെ, മനസ്സിലേക്ക് ഇതൊന്ന് കയറട്ടെ. നമ്മുടെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ സ്ഥിരമായ പദ്ധതിയായി ഇത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു സെഷനിൽ, മേ ബി നെക്സ്റ്റ് സെഷനിൽ ടൈറ്റസ് 2 മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരും. അവിടെ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണണം അല്ലേ. അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ചിലത് കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നിരിക്കുക. സ്തോത്രം. ഒരു റിലേ റേസ് പോലെ നമ്മൾ വിശ്വസ്തരായ ചിലരിൽ നിന്നും പ്രാപിച്ചത് അടുത്ത തലമുറയിലേക്ക് അല്പം പോലും മാലിന്യം അതിനകത്തോട്ട് അല്ലേ കൂട്ടിച്ചേർക്കാതെ അതിനെ പ്യുവറായിട്ട് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് പറഞ്ഞു, മനുഷ്യനേകനായി ഇരിക്കുന്നത് നല്ലതല്ല, അവനൊരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. നോക്കിക്കേ, ഇതൊരു എന്താ, അത് നമ്മുടെ മനസ്സിലാക്കലിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പല ബ്രാഞ്ചുകളിൽ വിടുമ്പോൾ എത്രയോ തിയറികൾ കാണാതെ പഠിക്കുന്നു. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ്റെ ഫിലോസഫി, അതെല്ലാം പിള്ളേരിരുന്ന് എഴുതി കാണാപ്പാടമായി വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതി മാർക്ക് മേടിക്കുന്നു അല്ലേ. മനുഷ്യൻ്റെ കണ്ടുപിടുത്തം, മനുഷ്യൻ്റെ തിയറി, അത് പഠിക്കാനൊക്കെ നമ്മുടെ തലമുറയിൽ നമ്മുടെ മക്കളും നമ്മൾ ഉൾപ്പെടെ അല്ലേ, ഓരോ ഡിഗ്രിയൊക്കെ വെറുതെ നമുക്ക് കിട്ടുമോ? എന്തോരം പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് മേടിച്ച മാർക്കുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്തെ ആഴമേറിയ സത്യങ്ങൾ അതൊന്ന് ധ്യാനിക്കാം. അത് ഹൃദയത്തിൻ്റെ ധ്യാനമായി മാറട്ടെ. സ്തോത്രം. അത് പള്ളി പോകുമ്പോൾ അല്ലേ, ആലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒരു വിഷയം എന്ന് മാത്രമല്ല, അതങ്ങനെയാണ്, അതാണ് സത്യം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാ, അതാണ് സത്യത്തിൻ്റെ തൂണ്. ഇന്ന് സത്യം അന്വേഷിച്ച് നമ്മൾ എവിടെ പോകും അല്ലേ? ഒരു പുരുഷനെ വിവാഹം കഴിക്കാം, കുഴപ്പമില്ല.
സ്ത്രീയെ വിവാഹം കഴിക്കാം, ആണിന് പെണ്ണാകാം, പെണ്ണിന് ആണാകാം എന്നൊക്കെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലിരിക്കുന്നവർ വരെ പഠിപ്പിച്ച് അതിനെക്കുറിച്ചുള്ള തിയറികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്ന യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയുടെ മേഖലകളിലൂടെ നമ്മുടെ തലമുറയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ലീഗൽ സൊസൈറ്റീസ്, മെഡിക്കൽ ഫ്രട്ടേണിറ്റീസ്, അമേരിക്കൻ സൈക്കാട്രി സൊസൈറ്റി പോലുള്ള ആ നിലവാരത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണിത്. അവർ ജനറേഷൻ ഈസ് കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ മാറാത്ത സത്യങ്ങളെ ദൈവസഭ എടുത്ത് അതിനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമുക്ക് കഴിയാവുന്ന വിധത്തിലെല്ലാം അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ പട്ടണം മുഴുവൻ നിങ്ങളുടെ പഠിപ്പീര് കൊണ്ട് നിങ്ങളങ്ങ് നിറച്ചല്ലോ അല്ലേ. യു ഹാവ് ഫിൽഡ് ദ സിറ്റി വിത്ത് ദിസ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് പോലെ അല്ലേ, ഈ പഠിപ്പീരുകൾ നമ്മുടെ തലമുറയിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്ത് ഇതാണ് മക്കളെ സത്യം എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിൻ്റെ ചിന്തയിൽ ഇതാണ് ശരിക്കുള്ള തിയറി, ഇതാണ് ശരിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ചിന്തകൾ ഇതിനാൽ രൂപപ്പെടട്ടെ. മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമല്ലേ. അവൻ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതെന്ന് പറയാൻ അവകാശവും അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഇവൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല, ഇവനൊരു തക്ക തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കാൻ പദ്ധതി ഇട്ടത് പോലും. അതൊരു സ്ത്രീയുടെ സ്ഥാനത്തെ കുറച്ച് കാണിക്കുകയല്ല. സ്തോത്രം. നമുക്കെല്ലാം അറിയാം അല്ലേ. ഇവിടെ ഹെൽപ്പർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന പദമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു സഹായിയായി നൽകപ്പെടുമെന്ന് യേശു കർത്താവ് പറഞ്ഞ അതേ വാക്കാണ്. അതൊരു പദവിയാണ്. സ്തോത്രം. അതൊരു ഓഫീസാണ്, അതൊരു വിളിയാണ്. ഒരു ഭാര്യയായി തീരുക, തൻ്റെ ഭർത്താവിനൊരു തക്ക തുണയായി നിൽക്കുവാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ തമാശയായിട്ട് പറയാറുണ്ട് പലപ്പോഴും. ഇതിനകത്ത് ഈ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്, നമ്മൾ ഈ മലയാളികൾ നമ്മൾ ഹെൽപ്പർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബസ്സിനകത്ത് ഡ്രൈവറുണ്ട്, കണ്ടക്ടറുണ്ട്, പിന്നെ ഹെൽപ്പർ അല്ലെ കിളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലേ. നിസ്സാരമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പ്രധാനപ്പെട്ട ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ബാക്കിയായിട്ട് കിടക്കുന്ന ഡോറൊന്ന് തുറന്നു കൊടുക്കുവോ, ഒരു ബെല്ലടക്കടിക്കുവോ എന്നൊക്കെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയുന്ന ആ ഹെൽപ്പർ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്തോത്രം. രണ്ടാം തരത്തിലുള്ള ഒരു സൃഷ്ടിപ്പായി പോയല്ലോ ഞാൻ എന്ന് ഒരു സ്ത്രീ തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കരുത്. കാരണം ആത്മീയ നിലവാരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷന് തുല്യമായിട്ടാണ് ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിൽ, അതേ സാദൃശ്യത്തിൽ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവിടെ യഹൂദനെന്നില്ല, യവനനെന്നില്ല അല്ലേ. ദർ ഇസ് നോ ജ്യൂ, നോ ഗ്രീക്ക്, നോ ജെൻറ്റൈൽ, നോ സ്ലേവ്, നോ ഫ്രീ, നോ മെയിൽ, നോ ഫീമെയിൽ. ഒരർത്ഥത്തിൽ അല്ലേ, ദൈവത്തോട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന കാര്യത്തിൽ, ആത്മീക വരങ്ങളിൽ മുന്നേറുന്ന കാര്യത്തിൽ, ആ കപ്പാസിറ്റികളിലൊക്കെ ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. സോ എ മാൻ ആൻഡ് എ വുമൺ, ദേ ആർ ക്രിയേറ്റഡ് ഈക്വൽ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, ബട്ട് ഡിഫറെൻറ്റ്. അവരെ തുല്യരായി സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിലും വ്യത്യസ്തരായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് വുമൺഹുഡിൽ നമുക്ക് ലഭിക്കേണ്ടുന്നത് അല്ലേ. ദൈവം കൊടുത്തിരിക്കുന്ന ഫങ്ഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പുരുഷൻ്റെ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് അവന് തക്ക തുണയായി ഈ സഹോദരി വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊരു വിളിയാണ്. ഓട്ടോമാറ്റിക്കലി ഒരു പെൺകുട്ടി അങ്ങനെ ആകുന്നില്ല.
ഈ വിളിയെക്കുറിച്ചൊരു ദർശനം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ പദവിയെക്കുറിച്ചൊരു മനസ്സിലാക്കൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ട്രെയിനിങ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കേണ്ട ആവശ്യകതയുണ്ട്. ആ നിലവാരത്തിൽ അവളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ഇതിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം അവളുടെ ജീവിതത്തിൽ തടസ്സമായി ഉയർന്നു വരുന്ന കാര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നൊരു മനസ്സിലാക്കൽ അവളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായി അവളെ ഉണ്ടാക്കിയ അവളുടെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തോടുള്ള ആഴമായ ബന്ധം. സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞ ആ ബന്ധം തൻ്റെ സൃഷ്ടിതാവിനോട് പുലർത്തുവാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ ദൈവം എന്തിനു വേണ്ടി അവളെ സൃഷ്ടിച്ചു? ഒരു പുരുഷൻ്റെ കൂട്ടത്തിൽ ജീവിതത്തിൻ്റെ കൃപകൾക്ക് കൂട്ടവകാശിയായി ദൈവം അവളെ വിളിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് ഈ സ്ത്രീയും പുരുഷനും അവർ ജീവിതത്തിൽ വാഴുവാൻ, സ്തോത്രം, ദൈവമുണ്ടാക്കിയ സകലത്തിൻ്റെ മീതെയും അധികാരം നടത്തുവാൻ, സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതികളെ ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ, ദൈവരാജ്യം വർദ്ധിക്കുവാൻ, സ്തോത്രം, എല്ലാം മുഖാന്തരമായി തീരുന്നത് ആരോഗ്യപരമായ ഈ കുടുംബത്തിൻ്റെ അകത്തുനിന്നാണ്. സ്തോത്രം. അപ്പോൾ ഓർക്കണേ, അതിൻ്റെ 50% സഹോദരിമാരുടെ കയ്യിലാണ്. ഈ മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല, ഇദ്ദേഹത്തിനൊരു തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ സഹോദരി ആ ഒരു വിളിയിലേക്ക് കയറി നിൽക്കുമ്പോഴാണ്. പുരുഷന്മാരുടെ ടീച്ചിങ് വേറെയാണ്, ബിബ്ലിക്കൽ മാൻഹുഡ്. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അത് തുല്യമായിട്ട് പ്രാധാന്യതയുള്ള ഒരു മേഖലയാണ് അല്ലേ. ഒരു പുരുഷനായി ജനിക്കുന്നത് കൊണ്ടോ ഒരാണായി ജനിക്കുന്നത് കൊണ്ടോ ഒരു പെണ്ണായി ജനിക്കുന്നത് കൊണ്ടോ മാത്രം ആയില്ല. ഇതൊരു വിളിയാണ്, ഒരു പദവിയാണ്. ദൈവത്തിൻ്റെ ആ പർപ്പസ് പൂർത്തീകരിക്കണമെങ്കിൽ അതിലേക്ക് കയറി നിൽക്കുവാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ലൈഫിൽ, ദാറ്റ് ഈസ് ദ പാഷൻ വിത്ത് വിച്ച് ഇതുപോലുള്ള സെമിനാറുകൾ, ക്ലാസ്സുകൾ അല്ലേ, ട്രെയിനിങ്, എക്യുപ്പിംഗ് ക്ലാസ്സസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസ് എല്ലാം എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ദർശനമാണ് ഞാൻ ആമുഖമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത്. ഐ വിൽ മേക്ക് ഹിം. അങ്ങനെ ഈ ഹൗവായെ സൃഷ്ടിച്ച് ദൈവം ആദ്യത്തെ വിവാഹം ദൈവം തന്നെ ആലോചിച്ച് ദൈവം തന്നെ നടത്തി കൊടുത്തു. ഇവർ രണ്ടുപേരും ഒന്നായിത്തീരുന്നു, ഒരു പുരുഷനും ഒരു സ്ത്രീയും. വിവാഹമെന്ന വിശുദ്ധ ഉടമ്പടിയിലൂടെ ഒരു ജീവിതകാലം മുഴുവൻ അവർ വിശ്വസ്തത ആചരിക്കുവാൻ, മരണം അവരെ വേർപിരിക്കും വരെയും ഒന്നായിരിക്കുവാൻ അവർ ഈ വിശുദ്ധ ഉടമ്പടിയിൽ പ്രവേശിക്കണം. അവർ ഇരുവരും ഒരു ദേഹമായി തീരണം. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് അല്ലേ. ഈവൻ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ്, അത് കുട്ടികൾക്ക്, അഡോളസൻസിനാണ് ഞാൻ അങ്ങനത്തെ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഇത് വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ലൈംഗികത, നമ്മുടെ ജെൻഡർ, നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കുവാൻ. ദൈവം ചെയ്യുന്ന സകലത്തിൻ്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ടല്ലോ, ഒരു ദർശനമുണ്ടല്ലോ. അത് ഗ്രഹിക്കുമ്പോഴാണ് ആ ലെവലിലേക്ക് നമുക്ക് വളരുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. പ്രൈസ് ദ ലോർഡ്. നോ ആൻഡ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ദൈവവചനം ഉടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നല്ല സ്ത്രീകൾ, ഈ വിളിയിലേക്ക് ഉയരാൻ കഴിഞ്ഞ സഹോദരിമാർ അല്ല, കുടുംബത്തെ തകർത്ത സഹോദരിമാർ. അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ നമ്മുടെ ആദ്യത്തെ സെഷൻ ഒരു 5 മിനിറ്റിൽ നമുക്കങ്ങ് നിർത്താം. ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറയട്ടെ. അപ്പോൾ ഈ ബിബ്ലിക്കൽ വുമൺഹുഡിൻ്റെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. എപ്പോഴും ദൈവവചനം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ പിതാവായിരിക്കുന്ന ഡാഡ് ആലൻ വിൻസെൻ്റ്, അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ യേശു കർത്താവ് പഠിപ്പിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഏത് വിഷയത്തെക്കുറിച്ചും കർത്താവ് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കൽ വെച്ച് നമ്മൾ ലേഖനങ്ങൾ മനസ്സിലാക്കണം. ഈ 2 മനസ്സിലാക്കലുകളും വെച്ച് പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോഴാണ് ഒരു കൃത്യമായ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കിട്ടുന്നത്.
സാധാരണ വിശ്വാസികളുടെ ഒരു പ്രവണത, നമ്മൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് അത് നമ്മൾ അത് വെച്ച് നമ്മൾ ഒരു തിയറി, അത് വെച്ച് നമ്മൾ ചിലപ്പം ഒരു തിയറി തന്നെ അതിനകത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കും. അത് ഒരിക്കലും അപ്രകാരം ആയിരിക്കരുത്. അപ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കാര്യമാണ് യേശു കർത്താവ് സ്ത്രീകളോട് നടത്തിയ സമീപനം. ഓർക്കണേ, 2000 വർഷങ്ങൾക്ക് മുൻപ്, ഇന്നത്തെ കാലഘട്ടമല്ല അല്ലേ, 2000 years ബാക്ക്. അന്ന് പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ ഒരു സ്ത്രീയായി ജനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒരു ലോ കാറ്റഗറിയാണ്, ഒരു ശപിക്കപ്പെട്ട അവസ്ഥയാണ്. ഇങ്ങനെ പറയപ്പെടുമല്ലോ, യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഒരു നായയായിട്ടോ ഒരു സ്ത്രീ ആയിട്ടോ ഞാൻ ജനിക്കാതിരുന്നത് കൊണ്ട് സ്തോത്രം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത്രയും ലോ ലെവലിലാണ് അന്ന് സമൂഹത്തിൽ ശരിക്കും കൾച്ചർ വൈസ് ഒരു സ്ത്രീ ട്രീറ്റഡ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം യേശു കർത്താവിന്, ഞാനത് പഠിച്ചിട്ടുണ്ട്, ഓരോ ഇൻസിഡൻറ്റും എടുത്തു വെച്ച് ധ്യാനിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കാര്യമാണ് യേശു കർത്താവ്. എന്ന് വെച്ചാൽ ദൈവത്തെ നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ ദൈവം ആരായിരിക്കുന്നു എന്നുള്ളത് തൻ്റെ പുത്രനിലൂടെ താൻ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, ഹീസ് ദ എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ഫാദർ. അപ്പോൾ പിതാവിൻ്റെ ഹൃദയമാണ് നമ്മളവിടെ കാണുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുള്ള ഒരു ആത്മീയതയുടെ പ്രകടനമല്ല യേശു കർത്താവിൻ്റെ ശുശ്രൂഷകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരീശന്മാരെ പോലെ ആയിരുന്നില്ല യേശു. പരീശന്മാരുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട്. അവരത് വള്ളിയും പുള്ളിയും വിടാതെ പഠിച്ച് ആചരിക്കുന്നവരായിരുന്നു. പക്ഷേ അവരോട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, റിജിഡാണ്. ഇല്ല. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നത് താൻ പാപികളുടെ, ചുങ്കക്കാരുടെ സുഹൃത്തായിരുന്നു. പാപം ചെയ്യാതെ ജീവിച്ച ഒരു മനുഷ്യൻ, താൻ പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഹി വാസ് ദ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. ഒരു സ്ത്രീയിലൂടെ ജനിച്ചു. മറിയ പോലെ ഒരു സഹോദരിക്ക് ലഭിച്ച ഒരു ഭാഗ്യം. ഒരു സ്ത്രീയിലൂടെ താൻ ജനിച്ചു. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. യുനോ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർന്നു. പ്രൈസ് ഗോഡ്. അതിനുശേഷം നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ച സമയത്ത് നമ്മൾ വായിക്കുന്നത് പാപിനിയായ സ്ത്രീയുടെ കാര്യം, അതൊക്കെ ഓരോന്നെടുത്ത് വെച്ച് മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓരോ സഹോദരിമാരുമായിട്ടുള്ള കർത്താവിൻ്റെ ഓരോ ഇൻറ്ററാക്ഷൻ, കരുണ നിറഞ്ഞ ആ ഹൃദയം, കർത്താവിൻ്റെ ആ സമീപനം, ആ വാക്കുകൾ, ആ സ്പർശനം, അതിലൂടെയെല്ലാം തന്നെത്താൻ കണ്ടെത്തിയ ചില സഹോദരിമാർ, അവരുടെ ജീവിതത്തിൻ്റെ പാപത്തെ വിട്ട് വിശുദ്ധിയുടെ പാതയിലേക്ക് അവർ തിരിഞ്ഞവർ, അവരായിരിക്കുന്നത് പോലെ അവരെ സ്വീകരിച്ചു. ഈവൻ ഞാൻ നമ്മുടെ പെൻറ്റക്കോസ്റ്റൽ സർക്കിൾസിൽ അതെങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ആൾക്കാർ, കുട്ടികൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ആൻറ്റി എനിക്ക് പീരിയഡ്സാ, എനിക്ക് പള്ളി വരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ബൈബിൾ എടുക്കാൻ പറ്റുമോ, ബൈബിൾ തൊടാൻ പറ്റുമോ? വിശ്വാസികളായ പിള്ളേർ എന്നോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, മക്കളെ, 12 വർഷം രക്തസ്രാവമുണ്ടായിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 12 വർഷം മെനറേജിയ, ഞങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്. ഓർക്കണം, ആ കാലത്ത്, ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് പുരുഷന്മാരിരിക്കുന്നിടത്തോട്ട് വരാൻ പോലും അവർക്ക് അനുവാദമില്ല. ഓൾ ദ മോർ അവരിങ്ങനെ ഈ ഒരു ഫേസിലായിരിക്കുമ്പോൾ, പീരിയഡ്സാണ്, ബ്ലീഡിങ് ഉണ്ട്, ഇങ്ങനെ ഒരു സമയത്ത് ഒരിക്കൽ പോലും അവരെ മനുഷ്യവട്ടത്ത് കാണാൻ പാടില്ല, അല്ലേ? എന്നാൽ ഈ സഹോദരി ഭയങ്കര തിരക്കേറിയ
ആ തിക്കും തിരക്കും ഉണ്ടായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവൾ പോയി യേശുവിനെ തൊടുക. ആ വസ്ത്രത്തിൻ്റെ അല്ലേ ആ തൊങ്ങലിൽ അവൾ സ്പർശിച്ചു. സ്തോത്രം. എന്നാൽ യേശുവിന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പോട്ടെ, അവൾ സൗഖ്യവും കൊണ്ട് അങ്ങ് പോട്ടെ, ആരും അറിയണ്ട. കർത്താവ് മിണ്ടാതിരുന്നില്ല. എന്താ വിഷയമെന്ന് വ്യക്തമായി ഗ്രഹിച്ച യേശു അവളുടെ വിശ്വാസത്തെ ഒന്ന് മാനിക്കുവാൻ, അവളെ ഒന്ന് മാനിക്കുവാൻ അല്ലേ, കർത്താവ് അതിനെ പബ്ലിക്കാക്കുക. ഒരു കഥയായി, വിശ്വാസത്തിൻ്റെ ഒരു കഥയായി, അനേക വേദികളിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വിഷയമായി, അനേകർക്ക് പ്രചോദനമായി. സ്തോത്രം. ഇപ്പം ബൈബിള് തൊടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്ക് നിൽക്കുന്നുണ്ട്. എന്നാൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊട്ടു. സാക്ഷാൽ ദൈവവചനം എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ അവൾ തൊട്ടു. അവൾ സൗഖ്യമായി. അവളുടെ വിശ്വാസത്തെ, എന്തിനാണ് എന്നെ തൊട്ടത് എന്ന് യേശു അവളെ ശകാരിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. നിൻ്റെ വിശ്വാസം വലിയത്, ശക്തി എന്നിൽ നിന്നും പുറപ്പെട്ടു പോയല്ലോ എന്നാണ് യേശു പറഞ്ഞത്. പെട്ടെന്നൊരു എംബാരസിങ്, അയ്യോ ആരും കാണാതെ തൊടാൻ വന്നതായിരുന്നു അല്ലേ, യേശു അതിനെ അങ്ങ് പബ്ലിക്കാക്കി. സ്തോത്രം. അനേകർക്ക് മാതൃക. എന്താണ് ആ വിഷയത്തെക്കുറിച്ച് യേശു കർത്താവ് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് എന്നുള്ളത് സകലർക്കും വെളിപ്പെടുത്തക്ക വിധത്തിൽ കർത്താവ് അതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഇതുപോലത്തെ ഇൻസിഡൻറ്റും എടുത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിവോഷണലായിട്ട് നമുക്ക് മണിക്കൂറുകൾ ചിന്തിച്ച് പോകാം. പാപിനിയായ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, എല്ലാവരും അവളെ കല്ലെറിയാൻ റെഡിയാണ്. ശരിയല്ലേ, അവൾ പാപിനിയാണ്, ഒരു സംശയവുമില്ല. അവൾക്കതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവളുടെ കയ്യിലൊന്നുമില്ല. സ്തോത്രം. അവർ പറയുന്നത് ശരിയാണ്, വ്യഭിചാരം ചെയ്തവൾ, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. പരീശന്മാരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അവർക്ക് പ്രമാണം അറിയാം. പ്രമാണം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. എന്നാൽ അല്ലേ, കാരുണ്യവാനായ ദൈവം ഏത് മനുഷ്യനെയും ഏത് വിധേനയും രക്ഷിച്ചെടുക്കണമെന്ന് വിചാരിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലേൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ ഹൃദയം ഒരു പക്ഷേ അവർക്ക് റിസീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, പരീക്ഷന്മാർക്ക്. യേശു അത് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. അതൊക്കെ എന്ത് മൂവിങ് ആണ്. എല്ലാവരും കല്ല് എറിയാൻ റെഡിയായിരുന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയാൻ പറഞ്ഞു. സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയം നാം അവിടെ കാണുകയാണ്. പാപിനിയായ സ്ത്രീ, അവളുടെ പേര് പോലും എടുത്തു പറയുന്നില്ല. അവൾ ചെയ്ത വേലയ്ക്കകത്തുനിന്ന് ഉണ്ടാക്കിയ കാശ് വെച്ച് അല്ലേ, അലബാസ്റ്റർ ബോക്സ്, എന്താ വിലയേറിയ തൈലം മേടിച്ചുകൊണ്ട് വന്ന് കർത്താവിൻ്റെ കാല് അവൾ പൂശുക. ഷീസ് അനോയിൻറ്റിങ് ജീസസ്. ജീസസ് അലൗഡ് ഹർ. ഒരു സ്ത്രീയിലൂടെ ജനിച്ചു, ഒരു സ്ത്രീയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു കർത്താവ്. ഒരു പുരുഷനും അങ്ങനെ വന്ന് യേശുവിനെ ചെയ്യുന്നതായി നമ്മളവിടെ കാണുന്നില്ല. എന്നാൽ ശീമോൻ ഇത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി. ഇതൊരു ലജ്ജാകരമായ കാര്യമാണല്ലോ ഈ പെണ്ണ് കാണിക്കുന്നത്, മോശമാണല്ലോ. ഇദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ ഇവളൊരു പാപിനിയായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി അവളെ സ്റ്റോപ്പ് ചെയ്തേനേം എന്ന് യേശുവിനെ പോലും സംശയിച്ച ഒരു സാഹചര്യം. എന്നാൽ കർത്താവ് അല്ലേ, അവളുടെ ആ ആഴമായ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രകടനങ്ങളെ ആരാധനയായി, അവളുടെ ആ പ്രകടനങ്ങളെ, ഹാർട്ട് ഫെൽറ്റ് കാര്യങ്ങളെ കർത്താവ് അങ്ങ് സ്വീകരിക്കുക. കണ്ടു കഴിഞ്ഞാൽ വളരെ അൺഡിഗ്നിഫൈഡാണ്. അവൾ കരയുന്നു, തൈലം പൊട്ടിക്കുന്നു, അത് പൂശുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവളുടെ മുടി വെച്ച് കാല് തുടയ്ക്കുന്നു, ചുംബിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ നമ്മൾ വളരെ സെറ്റപ്പിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായി തോന്നുന്ന വിധത്തിൽ ഇവളങ്ങ് പെരുമാറുകയാണ്. എന്നാൽ കർത്താവ് അവളെ അല്ലേ, കർത്താവിൻ്റെ ഹൃദയം നാം അവിടെ കാണുകയാണ്. നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നു, നീ എൻ്റെ കാല് കഴുകിയില്ല അല്ലേ, നീ എന്നെ ചുംബിച്ചില്ല, നീ എന്നെ അഭിഷേകം ചെയ്തില്ല. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളും എക്സ്പെക്റ്റേഷനും നമ്മളെക്കുറിച്ചുണ്ട്.
ആഴമായ ആരാധനയുടെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മളിൽ നിന്നും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെ വളരെ സെറ്റപ്പായിട്ട് വന്ന് 2 പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടി ഒരു പ്രസംഗമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങ് ഡിഗ്നിഫൈഡായിട്ട് പോകുന്ന ഒരു കാര്യമല്ല. ആഴമായ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹപ്രകടനങ്ങൾ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ സഹോദരി കൊടുത്തത്. ഇത് അല്ലേ വളരെ ഇങ്ങനെയുള്ള എത്രയോ കഥകൾ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മാർത്തയും മറിയയും ഓടി നടക്കുന്ന മാർത്ത, ഇത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നു, ഞാനിപ്പോൾ അങ്ങ് നിർത്തിയേക്കാം. ഓടി നടക്കുന്ന മാർത്ത, അവളോട് ഒരു വിരോധവും കർത്താവിനില്ല. എന്നാലും തൻ്റെ കാൽക്കൽ വന്നിരുന്ന് തൻ്റെ വചനങ്ങളെ കേട്ട് അത് സ്വീകരിക്കുന്ന മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ മിനിസ്ട്രി ടീമിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അങ്ങോട്ട് തിരിയാൻ സമയമില്ല. പൗലോസിൻ്റെ മിനിസ്ട്രി ടീമിൽ റോമാലേഖനം 16-ാം അധ്യായം അവിടെ എടുത്തെടുത്ത് സഹോദരിമാരുടെ പേര് പറയുന്നുണ്ട്. വീട് എന്ന് പറയുന്ന ചെറിയ ഘടകത്തിൽ ആരംഭിച്ച് സ്തോത്രം അവർക്ക് മുകളിലേക്ക് വളർന്ന് ഉയർന്ന് അവരുടെ സഭയിലും അവരുടെ ദേശത്തിനും ഒക്കെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിട്ട് കഴിയും എന്നുള്ള ഉദാഹരണങ്ങളാണ് ദൈവവചനം നിറച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ദെബോരയെക്കുറിച്ച് എടുക്കാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. ഷീ വാസ് എ നാഷണൽ ലീഡർ. സംഘർഷത്തിൻ്റെ ഭയം ഉളവാക്കുന്ന പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൻ്റെ നടുവിൽ സ്തോത്രം പുരുഷന്മാർ പോലും ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്ന ആ കാലഘട്ടത്തിൽ സ്തോത്രം അവൾ ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ ഒരു സഹോദരിയായിരുന്നു. ഷി വാസ് എ ജഡ്ജ്, ഷി വാസ് എ പ്രോഫറ്റസ്, ഷി വാസ് എ നാഷണൽ ലീഡർ, ഷി വാസ് എ ജഡ്ജ്. പ്രൈസ് ദ ലോർഡ്. 2 സഹോദരിമാരുടെ പേരാണ് അവിടെ, ദെബോരായും യായേലും. ഇവർ 2 പേരും കൂടി ശത്രുവിനെ കീഴടക്കുക. ഇസ്രായേലിലൊരു മാതാവായി അവൾ എഴുന്നേറ്റപ്പോഴാണ് അവിടെ ജയത്തിൻ്റെ ധ്വനി മുഴങ്ങുവാനിടയായി തീർന്നത്. സ്തോത്രം സ്തോത്രം. അങ്ങനെ എത്രയോ സാധ്യതകൾ ഒരു സഹോദരി അവളുടെ ജീവിതത്തിൻ്റെ വെളി മനസ്സിലാക്കി അതിനനുസരിച്ചൊന്ന് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ സാധ്യതകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അവളെ നടത്തുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ 1-ാമത്തെ സെഷൻ നമുക്ക് ഇവിടെ കൊണ്ട് അങ്ങ് നിർത്താം.